ഇന്ന് പ്രഭാകരേട്ടൻ പണിക്ക് വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ പ്രഭാകരേട്ടൻ നമ്മുടെ അടുക്കളയിൽ ഒരു ഷെൽഫ് പണിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണിപ്പം പണിയുന്നത്. ഇതിൻ്റെ ഭൂരിഭാഗം പണിയും പ്രഭാകരേട്ടൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് ഷെൽഫ്. അപ്പോൾ പ്രഭാകരേട്ടൻ്റെ വീട്ടിൽ നിന്ന് പണിത് ബാക്കി ഇങ്ങോട്ട് ഇവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് മുറ്റത്തുനിന്ന് ആക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള ഇത് ചാരുപടിയും തൂണും അതേപോലെ തന്നെ ബുക്ക് ഷെൽഫ്, ഡ്രസ്സ് ഷെൽഫ്, ഇത് ഡൈനിങ് ടേബിള്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പ്രഭാകരേട്ടൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ പൂച്ചട്ടീൻ്റെ സ്റ്റാൻഡ്, നായിൻ്റെ കൂട്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ താമസിയാതെ തന്നെ ഇടും. കാരണം പ്രഭാകരേട്ടൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ പ്രഭാകരേട്ടൻ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അവർ ആശാരിപ്പണി എടുക്കുന്നതാണ്. വെറും ആശാരിപ്പണിയാണെന്ന് പറയാൻ പറ്റില്ല. അവർ ഭയങ്കര ഇൻറ്റീരിയർ ഡിസൈനിങ് കൂടിയാണ്. അവർ ഒരു വീട് തന്നെ എടുത്തിട്ടുണ്ട് ബോർഡിനെ കൊണ്ട്. അതിൻ്റെ വീഡിയോയും താമസിയാതെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പ്രഭാകരേട്ടനെ കുറിച്ചൊരു ധാരണയുണ്ടാവും, എന്താണ് പ്രഭാകരേട്ടൻ ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കിയ പല സാധനങ്ങളും ഞാൻ തന്നെ വീഡിയോ ഇട്ട് തരുന്നതിനോടൊപ്പം തന്നെ വേറൊരു വീഡിയോ പ്രഭാകരേട്ടൻ്റെ വീടും കൂടി എടുക്കും. പക്ഷെ അതിൻ്റെ പണി പൂർണ്ണമായിട്ടില്ല. ഒരു ലൈറ്റ് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയും ഉണ്ട് കുറച്ച് പണി. അത് പൂർണ്ണമായിട്ട് എടുക്കണോ അതോ പൂർണ്ണമായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ പോയിട്ട് എടുക്കാത്തത്. അപ്പോൾ ഇത് ഞങ്ങൾ മുറ്റത്തു നിന്നെല്ലാം ഏകദേശം ഫിനിഷിങ് ആയി. എന്നിട്ട് അതിന് ശേഷം പ്രഭാകരേട്ടൻ അത് അടുക്കളയിലേക്ക് കൊണ്ടുവന്നിട്ട് ബാക്കി ഇപ്പോൾ അടുക്കളയിൽ നിന്ന് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഗ്യാസിൻ്റെ സൈഡിലുള്ള ഒരു കോർണർ ഉണ്ടായിരുന്നു, അവിടെയാണിത് വെച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ മുറ്റത്തു നിന്നൊക്കെ കുറച്ച് ഫിനിഷിംഗ് ഒക്കെ ചെയ്തു. അതിന് ഫിനിഷിങ്ങൊക്കെ ചെയ്ത് തന്നിട്ട് അതിനെടുത്ത് അകത്ത് കൊണ്ടുവന്നതിന് ശേഷം പ്രഭാകരേട്ടൻ അതിന് കുറേ സമയമായിട്ട് അതിന് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിപ്പോൾ ഒരു ദിവസത്തോളം പ്രഭാകരേട്ടനകത്തുനിന്ന് അത് പുറത്തുനിന്ന് കുറച്ച് ഒരു ദിവസം വർക്കുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് കൊണ്ടുവച്ചതിന് ശേഷം അതിന് ജനലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള പണികളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി ജനലൊക്കെ വൈകുന്നേരം ഒരു സന്ധ്യ കഴിയുന്നത് വരെ പ്രഭാകരേട്ടൻ ഇങ്ങനെ ജനലിൻ്റെ ഫിറ്റിങ്ങൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന് പോളിഷൊക്കെ ചെയ്യണം. അപ്പോൾ പോളിഷിൻ്റെ പണിയൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. പോളിഷിൻ്റെ പണിയൊക്കെ മുച്ചുകൊണ്ട് എടുക്കുക. അപ്പോൾ മുച്ചു വന്നു കഴിഞ്ഞാൽ പോളിഷിൻ്റെ പണിയൊക്കെ കാണിക്കാം. അപ്പോൾ ഏകദേശം മുഴുവനും പൂർണ്ണമായിട്ടില്ല. ഫിനിഷിങ് ചെയ്തതിൻ്റെ വീഡിയോ വീണ്ടും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന പണിയുടെ വീഡിയോ ആണ് കാണിച്ചത്. ഇതാണ് ഷെൽഫ്. അപ്പോൾ 3 ഇതുണ്ട്, 3 തട്ടുകളായിട്ട്. നിങ്ങളിത് കാണുന്നത് പോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.